ഡിയർ സ്റ്റുഡൻസ്, വളരെയധികം കുട്ടികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് PSC ട്രാക്ക്? ട്രാക്കിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് വിജയം ഉറപ്പാണെന്നും നമുക്ക് ജോലി കിട്ടുമെന്നും നമ്മൾ ലിസ്റ്റിൽ വരുമെന്നും ഒക്കെ ഒരുപാട് ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ. അപ്പൊ എങ്ങനെയാണ് ട്രാക്കിൽ എത്തുന്നത് എന്നുള്ള രീതിയിൽ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറുപടിയാണ് ഈ ഓഡിയോ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ അറിയുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങൾ റീസെന്റ് ആയിട്ട് നിങ്ങൾ ഏത് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നോ, ലാബ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫാർമസി, അല്ലെങ്കിൽ നഴ്സിംഗ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും LDC പോലുള്ള PSC എക്സാമിനേഷൻ ആയിക്കോട്ടെ, അത്തരത്തിൽ എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടി റീസെന്റ് ആയിട്ട് നിങ്ങൾ എഴുതിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യുക. അതിനുശേഷം ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ നിങ്ങളുടെ സിലബസ് പ്രകാരം ക്രോഡീകരിക്കുക. സപ്പോസ് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ നഴ്സിംഗുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ അനാട്ടമിയിൽ നിന്നാണ്, രണ്ടാമത്തെ റിസർച്ചിൽ നിന്നാണ്, മൂന്നാമത്തെ എഡ്യൂക്കേഷനിൽ നിന്നാണ്. ആ രീതിയിൽ തരംതിരിക്കുക. അതിനുശേഷം ഓരോ മേഖലയിലും നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്നുള്ള കാര്യം കൃത്യമായിട്ട് പരിശോധിക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് ലോസ് ഉണ്ടായിരിക്കുന്നത്, ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് ഗെയിൻ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എവിടെയാണ് നിങ്ങൾ വീക്ക്, എവിടെയാണ് നിങ്ങൾ സ്ട്രോങ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ആദ്യമായിട്ട് ആവശ്യമായിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് സിലബസിനെ അറിയുക, വെയിറ്റേജ് അറിയുക. ഓരോ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എത്രമാത്രം വെയിറ്റേജ് ആണ് ഉള്ളതെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന് അത്രമാത്രം സമയം കൊടുത്ത് പഠിക്കാൻ വേണ്ടി തയ്യാറാവുക. മൂന്നാമതായിട്ട് വേണ്ടത്, ഒരു ദിവസം 2 മണിക്കൂർ വെച്ചെങ്കിലും പഠിക്കാൻ വേണ്ടി തയ്യാറാകുക. മിനിമം 6 മാസമെങ്കിലും നിങ്ങൾ ഈ രീതിയിൽ തുടർന്നു പോകാൻ തയ്യാറാവുക. അതിനുവേണ്ടി ഒരു മൈൻഡ് സെറ്റ് തന്നെ തയ്യാറാക്കുക. നാലാമതായിട്ട് വേണ്ടത്, ഡെയിലി 25 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ PSC മോഡലിൽ തന്നെ ഏകദേശം ഒരു 20 മിനിറ്റ് കൊണ്ട് വർക്കൗട്ട് ചെയ്ത് പരിശീലിക്കുക. അത് എങ്ങനെ പരിശീലിക്കണം എന്നുള്ള കാര്യങ്ങൾ തുടർന്ന് ഉള്ള ഓഡിയോകളിൽ വ്യക്തമാക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഓപ്ഷൻ ഹാൻഡ്ലിംഗ് മെത്തേഡ്സ് പരിശീലിക്കുക. ഓപ്ഷൻ ഹാൻഡ്ലിംഗ് മെത്തേഡ്സും പിന്നീട് വ്യക്തമാക്കുന്നതായിരിക്കും. താങ്ക് യു.